ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി മൊമെൻറ്റ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ഇൻവിസിബിൾ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പം അതിന് ഞാനിവിടെ ടൂൾസും മെറ്റീരിയൽസും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ വയർ ഞാൻ എൻ്റെ കയ്യിൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ കട്ട് ചെയ്തെടുത്തത് വീണ്ടും ഞാൻ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചാംസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇതേ മോഡലിൽ ഞാനൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് ഗിയർ ലോക്കാണ് കോർത്ത് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഫ്ലവറും കൊടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റം ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ടൈറ്റാക്കി വെക്കണം. ഓക്കെ, അപ്പം നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു ഗിയർ വയറിൻ്റെ അറ്റം പുറത്ത് കാണാത്ത രീതിയിൽ ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഈ ഒരു ഗിയർ ലോക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ലോക്കാക്കി കൊടുക്കാം. ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും ഗിയർ ലോക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി രണ്ട് സൈഡിലും ഗിയർ ലോക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഗിയർ വയർ ആ ഒരു ഫ്ലവറിലൂടെ കോർത്ത് അതിൻ്റെ അറ്റം ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ അറ്റം കാണാത്ത രീതിയിൽ ഗിയർ ലോക്ക് കവർ ചെയ്ത് വെക്കണം. പിന്നെ നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ അതവിടെ നിന്ന് ലോക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാണോ വീട് നമുക്ക് കോർക്കേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഗിയർ ലോക്ക് കോർത്ത് കൊടുക്കണം. എന്നിട്ട് ആ ഗിയർ ലോക്ക് അവിടെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ. ഡിസ്റ്റൻസ് ഇടുന്നതും പിന്നെ അതേപോലെ എത്ര സ്റ്റെപ്പാണ് ഇതേപോലെ ചെയ്യേണ്ടത്, എത്ര സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ഓരോ സ്റ്റെപ്പ് രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, രണ്ട് ബീഡ് കോർത്തിന് ശേഷം ഒരു ഗിയർ ലോക്കും കൂടെ കോർത്ത് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗിയർ വയർ കട്ട് ചെയ്ത സമയത്ത് കൈയിൻ്റെ അളവിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കൊളുത്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പം ഇത്രയേ ഉള്ളൂ. സെയിം നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു കൊളുത്ത് വെക്കുന്ന ഭാഗം മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ കൊളുത്ത് വെക്കുന്ന ഭാഗം അതിലൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കുക. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.